മക്കളെ, തമിഴ്നാട്ടിലെ MBBS BDS കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാനേജ്മെന്റ് സീറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് ഈ വീഡിയോ. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് സീറ്റ് തമിഴ് നേറ്റീവ് ആയിരിക്കുന്ന, അതായത് ഇപ്പൊ നമ്മൾ കേരളത്തിലെ കീമിന്റേത് അപേക്ഷിക്കുമ്പോൾ അറിയാം, കേരളത്തിൽ ജനിച്ച അല്ലെങ്കിൽ മാതാപിതാക്കൾ കേരളത്തിൽ ജനിച്ചവർക്ക് മാത്രമാണ് കേരളത്തിൽ നേറ്റീവ് എന്നറിയപ്പെടുക. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് സീറ്റ് കിട്ടും. അതേപോലെ തമിഴ്നാട്ടിലെ സീറ്റുകളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് കേരള നേറ്റീവ് ആയിരിക്കുന്ന ഒരു കുട്ടിക്ക് തമിഴ്നാട്ടിലെ ഗവൺമെന്റ് സീറ്റ് അപ്ലൈ ചെയ്യാൻ ഒരേ ഒരു വഴി ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്നത് ആ ഒരു സീറ്റിനെ കുറിച്ചല്ല. ഈ പ്രൈവറ്റ് കോളേജുകളിൽ, ഗവൺമെന്റ് കോളേജുകളിലല്ല, പ്രൈവറ്റ് കോളേജുകളിൽ 50% സീറ്റുകളും മറ്റും ആർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്? പ്രൈവറ്റ് ഈ മാനേജ്മെന്റ് സീറ്റുകൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഫീസ് കുറച്ച് കൂടുതലാണ്, അത് ഓർക്കുക. അത് താല്പര്യമുള്ളവർ മാത്രമേ ഇത് നോക്കിയിട്ട് അപേക്ഷിക്കാവൂ. ഞാൻ ഫീസിന്റെ ഡീറ്റെയിൽ ഇതിൽ പറയാം. അപ്പൊ ഗവൺമെന്റ് സീറ്റുകൾ ആഗ്രഹിക്കുന്ന, തമിഴ്നാട്ടിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടിയാലേ പോകൂ എന്നുള്ളവര് ഇത് മൈൻഡ് ചെയ്യേണ്ടതില്ല. അവർക്ക് ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് വരുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഇനി അതല്ല, കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിൽ കിട്ടാനുള്ള മാർക്ക് ഇല്ല എന്ന് ടെൻഷൻ ഉള്ളവർക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഒരു സീറ്റ് കൺഫേം ചെയ്ത് വെക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. അക്കാര്യത്തിലേക്ക് വരുന്നു. MBBS BDS കോഴ്സുകൾ തമിഴ്നാട്ടിൽ മാനേജ്മെന്റ് കോട്ടയിൽ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് കോട്ടയിൽ നമുക്ക് കിട്ടൂല 2028. അപ്പൊ അതിന് നിങ്ങൾ അപേക്ഷിക്കേണ്ട സൈറ്റിന്റെ പേര് tnmedicalselection.org. തമിഴ്നാട് മെഡിക്കൽ സെലക്ഷൻ അഥവാ tnmedicalselection.org എന്നുള്ള സൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അത് മാനേജ്മെന്റ് കോട്ട രജിസ്ട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ സൈറ്റിൽ കയറുമ്പോൾ അതിന് ഗവൺമെന്റ് കോട്ട രജിസ്ട്രേഷൻ ഉണ്ട്, മാനേജ്മെന്റ് കോട്ട രജിസ്ട്രേഷൻ ഉണ്ട്. നിങ്ങൾക്ക് മാനേജ്മെന്റ് കോട്ട, നിങ്ങൾ തമിഴ് നേറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് കോട്ടയെ കിട്ടൂ. റൈറ്റ്. ഇനി അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, ഇപ്പൊ അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു 5 ദിവസം കൂടിയെങ്കിലും അറ്റ്ലീസ്റ്റ് അത് നീട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടും അതിന്റെ സമയമുണ്ടാവും. പക്ഷെ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാം. അതിന്റെ രജിസ്ട്രേഷൻ ഫീ ഏകദേശം 1000 രൂപയാണ്, നോൺ റീഫണ്ടബിൾ ആണ്. ഇത് രജിസ്ട്രേഷൻ ഫീ മാത്രമാണ്. വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട തുകയാണ് 1000 രൂപ. അതൊരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂല. ഇനി നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കുക. സീറ്റ് അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ ഒരു ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ആ സീറ്റ് എടുക്കണമെങ്കിൽ 1 lakh സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണം. ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ടിന് ശേഷം എക്സിറ്റ് ആയി വേണ്ടാന്ന് വിചാരിച്ച് പോന്നാലും തിരിച്ചു കിട്ടും, സെക്കൻഡ് റൗണ്ടിൽ പോന്നാലും തിരിച്ചു കിട്ടും, പിന്നെ കിട്ടൂല. പിന്നെ നിങ്ങൾക്ക് ആ സെക്യൂരിറ്റി ഫീസ് നഷ്ടപ്പെടും. അത് ഞാൻ ഡീറ്റെയിൽ പറയുന്നുണ്ട് ഏത് റൗണ്ട് വരെയാണെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊസീജിയർ കൂടിയുണ്ട്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണം. അത് സീറ്റ് കിട്ടിയാലേ ഉള്ളൂ, രജിസ്ട്രേഷന്റെ സമയത്തില്ല. രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ കോഴ്സും ഒക്കെ വെച്ചതിന് ശേഷം, കോളേജൊക്കെ ഓപ്ഷൻ വെച്ചതിന് ശേഷം, കൗൺസിലിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. എന്നാൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ 1000 രൂപ അടയ്ക്കേണ്ടി വരും. അടുത്തത് ഈ കോഴ്സ് ഫീ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴ്സ് ഫീ എങ്ങനെയാണ്? തമിഴ്നാട്ടിലെ ഒരു പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾക്ക് MBBS-നാണെങ്കിൽ, ഇത് MBBS-ന്റെ കേസാണ്, MBBS-നാണെങ്കിൽ 13.5 ലക്ഷം രൂപയാണ് ഏകദേശം ആവുക. 13.5 ലക്ഷം രൂപയാണ് ഒരു കോളേജിലാവുക. ഇത് 2 ടൈപ്പ് ഫീസാണ് ഇവിടെ. ഒന്ന്, ഈ 13.5 ലക്ഷത്തിന്റെ കോളേജുമുണ്ട്. ചില കോളേജിൽ 16,20,000 ആണ് മാനേജ്മെന്റ് സീറ്റിന്. ഓർക്കുക, കേരളത്തിലെ സീറ്റ് ഒരു 7.5-8 ലക്ഷത്തിൽ നിൽക്കും. ആ സ്ഥാനത്ത് ഇവിടെ 13.5 ലക്ഷവും 16,20,000 ഒക്കെയാണ് അവിടുത്തെ ഫീസ്. ചില കോളേജുകളിൽ ഈ ഫീസും, ചിലതിന് ഈ രണ്ടാമത്തെ ഫീസ്. ഇങ്ങനെ 2 ടൈപ്പ് ഫീസാണ്. അങ്ങനെ 24ഓളം പ്രൈവറ്റ് കോളേജാണുള്ളത്. എന്നാൽ NRI-ലേക്ക് വരുമ്പോൾ 24,50,000 രൂപ ചില കോളേജുകളിലും, ചില കോളേജുകളിൽ 24 ലക്ഷത്തിയാണ് കേട്ടോ, 24 അല്ല, 24,000 അല്ല, 24,50,000. ഇത് 29,40,000. അപ്പോ നോർമൽ മാനേജ്മെന്റ് സീറ്റിൽ 13.5 ലക്ഷവും 16,20,000. NRI സീറ്റിൽ 24,50,000, 29,40,000 ഫീസ് വരിക. എന്നാൽ CMC വെല്ലൂര് മാത്രം ശ്രദ്ധിക്കുക, അത് 56,330 രൂപയാണ്. ഇത് ശ്രദ്ധിക്കുക, CMC മുമ്പ് അപ്ലൈ ചെയ്ത കുട്ടികളൊക്കെ നിർബന്ധമായിട്ടും ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ CMC രജിസ്റ്റർ ചെയ്ത കുട്ടികൾ, MBBS BDS രജിസ്റ്റർ ചെയ്ത കുട്ടി നിർബന്ധമായിട്ടും ഈ TN മെഡിക്കൽ സെലക്ഷൻ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടൂല. അത് നമ്മൾ CMC വെല്ലൂരിന്റെ രജിസ്ട്രേഷനിൽ പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ചെയ്ത എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക, അവർ നിർബന്ധമായിട്ട് ഇത് ചെയ്യണം. അപ്പൊ അവർക്ക് പക്ഷെ ഫീസ് 56,330 ഉള്ളൂ. എന്നാൽ ഇത് BDS-ലേക്കാണ് വരുന്നതെങ്കിൽ, BDS-ൽ വന്നാൽ ഏകദേശം ഒരു 6 ലക്ഷം രൂപയൊക്കെ അഡീഷണൽ ആണ്, അല്ലെങ്കിൽ 6 ലക്ഷം രൂപയാണ് BDS-ന്റെ ഫീ. ഓക്കെ. അപ്പൊ കേരളത്തിൽ അത്രയും ഫീ ഇല്ല എന്ന് ഓർക്കുക. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടില്ല എന്ന് പേടിയുള്ളവർക്ക് മാത്രമാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്. അടുത്തത് 4 റൗണ്ടായിട്ട് കൗൺസിലിംഗ് നടക്കുക. ഫസ്റ്റ് 2 റൗണ്ടിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ചെയ്യാം. ആദ്യ റൗണ്ടിൽ കിട്ടി, വേണ്ട എന്ന് വെച്ച് പുറത്തു വന്നാലും കുഴപ്പമില്ല. രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടി, വേണ്ടാന്ന് വെച്ച് പുറത്തു വന്നാലും നിങ്ങൾക്ക് ഈ റീഫണ്ട്, ഈ അടച്ചിരുന്ന ഈ 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ നഷ്ടപ്പെടും. ഇനി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സാധാരണ രജിസ്ട്രേഷൻ ഉപയോഗിക്കുന്ന ആധാർ കാർഡ്,
അതേപോലെ നിങ്ങളുടെ 10th മാർക്ക് ലിസ്റ്റ്, ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പ്ലസ് നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ്. ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കും നീറ്റിന്റെ റിസൾട്ട് വന്നില്ലല്ലോ, ഇപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്കോർ കാർഡ് കൊടുക്കുക? ഇപ്പൊ സ്കോർ വേണ്ട, നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അതിന്റെ റോൾ നമ്പറും ഒക്കെ ചോദിക്കും, അത് ഫില്ല് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽ അവര് NTA യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കോളും. അതുകൊണ്ട് നിങ്ങൾ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട. ഇനി അപ്ലോഡ് ചെയ്യേണ്ട വന്നാൽ അവര് സൈറ്റില് അപ്പൊ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യും, അപ്പൊ നമ്മൾ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് അവിടുത്തെ ഫീസ്. ഈ ഫീസ് അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. രണ്ടാമത്തെ കാറ്റഗറി CMC വെല്ലൂരിന് അപേക്ഷിച്ചിരിക്കുന്നവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? MBBS-നോ BDS-നോ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ CMC വെല്ലൂർ MBBS-ന് വേണ്ടിയൊക്കെ അപേക്ഷിച്ച കുട്ടികൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇത് അപ്ലൈ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് TN മെഡിക്കൽ തമിഴ്നാടിന്റെ സെലക്ഷൻ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ നോട്ടിഫിക്കേഷൻ ആണ്. അതിൽ പ്രോസ്പെക്ടസിലെ മെയിൻ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ഈ സൈറ്റിൽ കയറിയാൽ ഡീറ്റെയിൽ പ്രോസ്പെക്ടസ് കിട്ടും. നിങ്ങൾക്ക് ആ കോളേജുകളുടെ ഈ 24 കോളേജുകളുടെ ലിസ്റ്റ് കിട്ടും. ഏതൊക്കെ കോളേജിലാണ് 13,50,000 ഉള്ളതെന്നും ഏതൊക്കെ കോളേജിലാണ് 16,20,000 എന്നുള്ള ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിൽ കാറ്റഗറി വൈസ് ഫീസ് ആനുകൂല്യമൊന്നുമില്ല. ഇപ്പൊ SC/ST കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ OEC കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇവരൊക്കെ അവിടെ മാനേജ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കുക. എല്ലാവർക്കും ഒരേ ഫീ ആണ്, ഒരു ആനുകൂല്യവും കിട്ടില്ല. കാരണം നമ്മൾ മാനേജ്മെന്റ് കോട്ടയിലാണ് കയറുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി ഇതിന്റെ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.